ഹലോ എവരി വൺ, ലെക്ചർ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് എക്സാം ജനറൽ പേപ്പറിൻ്റെ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഈ അടുത്ത് LBS പ്രൊവൈഡ് ചെയ്തത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. അടുത്ത വർഷം ഫെബ്രുവരിയിലേക്ക് സെറ്റ് എക്സാം നീട്ടിയിട്ടുണ്ട്. ജനുവരിയിൽ നടക്കേണ്ട എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്ലാനിങ് അതിനനുസരിച്ച് നിങ്ങൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഒരു മാസത്തോളം അധികം കിട്ടിയിരിക്കുകയാണ്. ചിട്ടയായ പരിശീലനത്തിലൂടെ സെറ്റ് എക്സാം മികച്ച രീതിയിൽ ക്വാളിഫൈ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് മുന്നിലുണ്ട്. ലിറ്റ്ഷൂർ അക്കാദമിയുടെ അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്രാഷ് ബാച്ചുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അടുത്ത എക്സാം നീട്ടിയ സാഹചര്യത്തിൽ ഈ ക്രാഷ് ബാച്ചിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ സെറ്റ് എക്സാം പ്രിപ്പറേഷന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടാണ് പുതിയ ക്രാഷ് കോഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുമല്ലോ. ഇപ്പോൾ വീഡിയോയിലേക്ക് വരാം. സെറ്റ് എക്സാം ജനറൽ പേപ്പർ സിലബസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ സെറ്റ് എക്സാം ജനറൽ പേപ്പർ എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒട്ടേറെ പാഠഭാഗങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ളതാണ്. പലരും പറയാറുണ്ട് സബ്ജക്റ്റ് പേപ്പറിനേക്കാളും പലപ്പോഴും ജനറൽ പേപ്പറിലാണ് കൂടുതൽ വിഷയങ്ങൾ പഠിക്കാനുള്ളത് ഉള്ളത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം നിങ്ങൾക്ക് സിലബസ് കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ജനറൽ പേപ്പർ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ പൊതുവെ വരാറുള്ളത്. അതായത് ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള എത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ചും സെറ്റ് എക്സാമിന് ഫിക്സഡ് കട്ട് ഓഫ് മാർക്കാണ്. നിങ്ങൾക്കറിയാം, കട്ട് ഓഫ് മാർക്സിനെ പറ്റിയിട്ട് ധാരണയില്ലാത്തവർ ലിറ്റ്ഷൂർ അക്കാദമിയുടെ തന്നെ കട്ട് ഓഫ് മാർക്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫിക്സഡ് കട്ട് ഓഫ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുത്താൽ നിങ്ങൾക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും സിലബസിലേക്ക് പോവാം. ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇതാണ് പേപ്പറിൻ്റെ പേര്. ഒന്നാമത്തെ യൂണിറ്റ് ജനറൽ സ്റ്റഡീസ് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് കാണാം 4 മൊഡ്യൂളുണ്ട്. ഒന്നാമത്തെ മൊഡ്യൂൾ ജനറൽ സയൻസ് ആണ്. മാത്സ്, സ്റ്റാറ്റി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. 10ാം ക്ലാസ് ലെവലാണ്. ഇവിടെ ബ്രാക്കറ്റ്സിൽ കൊടുത്ത് നിങ്ങൾക്ക് കാണാം. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി ആൻഡ് ഇന്ത്യൻ പൊളിറ്റി. അതും 10ാം ക്ലാസ് ലെവൽ തന്നെയാണ് വരുന്നത്. പിന്നെ മൊഡ്യൂൾ 3 ആണ്. അത് ഹ്യൂമാനിറ്റീസ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ. ഇതാണ് ഈ സെക്ഷനിൽ വരുന്നത്. ലിറ്ററേച്ചറിൽ ക്ലാസിക്സ് ആൻഡ് മാസ്റ്റർ പീസസ് ഓഫ് വേൾഡ് ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചർ. ആർട്ടിൽ മേജർ ആർട്ട് ഫോംസ് ഓഫ് ഇന്ത്യ, കൾച്ചർ, ലൈഫ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യത്തിലെ വേൾഡ് ലിറ്ററേച്ചറിലെ വർക്ക്സിനെ പറ്റി നിങ്ങൾക്ക് ധാരണയുണ്ടാവണം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കലാരൂപങ്ങളെപ്പറ്റിയും സംസ്കാരത്തെപ്പറ്റിയും ധാരണയുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ മൊഡ്യൂൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 4ാമത്തെ മൊഡ്യൂൾ കേരള സ്റ്റഡീസാണ്. നമ്മൾ പലപ്പോഴും എല്ലാ PSC എക്സാമിനും നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂൾ, ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടാവാറുണ്ട്. കേരള സ്റ്റഡീസാണ്. പ്രത്യേകിച്ചും ഫോക്കസിങ് ഓൺ സോഷ്യൽ റിഫോംസ്, നാഷണൽ മൂവ്മെൻറ്റ്സ്, കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് കൾച്ചർ. ഇപ്പോൾ കേരള സംസ്ഥാനത്തെ പറ്റിയും ഇവിടുത്തെ സംസ്കാരത്തിനെ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് ലാംഗ്വേജ് ആൻഡ് റീസണിംഗ് ആണ്. മൊഡ്യൂൾ 1 കോംപ്രിഹെൻഷൻ ആൻഡ് വൊക്കാബുലറി. മൊഡ്യൂൾ 2 ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമറിനെ പറ്റിയിട്ടുള്ളതാണ്. മൊഡ്യൂൾ 3 ലോജിക്കൽ റീസണിംഗ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി. നിങ്ങൾക്കറിയാം, ലോജിക്കൽ റീസണിങ്, പാറ്റേൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. മൊഡ്യൂൾ 4 നിങ്ങളുടെ ന്യൂമറസ് സ്കിൽസാണ് അവർ എക്സാമിൻ ചെയ്യുക. അതായത് പാറ്റേൺ റെക്കഗ്നിഷൻ ആൻഡ് ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ 4 മൊഡ്യൂൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഒന്ന് നിങ്ങളുടെ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഉദ്ദേശിക്കുന്നത്. കോംപ്രിഹെൻഷൻ, ഒരു പാഠഭാഗം വായിച്ച് അതിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പദസമ്പത്ത് തുടങ്ങിയ കാര്യങ്ങളാണ് 1ാമത്തെ മൊഡ്യൂളിൽ. 2ാമത്തെ മൊഡ്യൂൾ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ആണ്. 3ാമത്തെ മൊഡ്യൂൾ റീസണിംഗ് ആണ്. 4ാമത്തെ മൊഡ്യൂൾ നിങ്ങളുടെ ന്യൂമറസ് സ്കിൽസ് ആണ്. 3ാമത്തെ യൂണിറ്റിലേക്ക് വന്നാൽ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന് പ്രത്യേകമായിട്ടൊരു യൂണിറ്റ് സെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പറിലുണ്ട്. 1ാമത്തെ മൊഡ്യൂളിൽ ടെക്നോളജി, ഇൻവെൻഷൻസ്, ഇന്നൊവേഷൻസ് ആൻഡ് ഡിസ്കവറീസ്.
രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ എൻവിറോൺമെൻ്റ് ആണ് നമ്മുടെ ഫോക്കസ്. എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്, മൂവ്മെൻറ്റ്സ്, ട്രീറ്റീസ്, ലെജിസ്ലേഷൻസ്, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ, ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള നിയമങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള പോളിസീസ്, പരിസ്ഥിതി മുന്നേറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ ചിപ്കോ പ്രസ്ഥാനം പോലെയുള്ള സെക്ഷൻസ് എന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വന്നാൽ UN ആൻഡ് ഗ്ലോബൽ അഫെയർസ്, യുണൈറ്റഡ് നേഷൻസിനെ പറ്റിയിട്ടാണ്. അന്താരാഷ്ട്ര ഏജൻസി ആയിട്ടുള്ള UN പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. നാലാമത്തെ മൊഡ്യൂളിലേക്ക് വന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച്, സ്കോളർഷിപ്സ് ആൻഡ് ന്യൂ ഇനീഷ്യേറ്റീവ്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. അക്കാഡമിക് രംഗത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടാണ് ഈ ചോദ്യങ്ങൾ. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർച്ച്, സ്കോളർഷിപ്സ്, ഇതൊക്കെയാണ് ഫോക്കസ്. മൊഡ്യൂൾ 5ലേക്ക് വന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എഗെയിൻ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യക്കകത്തെ ഏറ്റവും എല്ലാ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനും, എല്ലാ തരത്തിലുള്ള എക്സാമിനും, സെറ്റായാലും നെറ്റായാലും ഏത് എക്സാമിന് പോയാലും നിങ്ങൾ നിർബന്ധമായിട്ടും അറിയേണ്ട, കാരണം നിങ്ങളുടെ ബേസിക് നോളജായിട്ട് ഇത് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാത്തിലും നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇന്ത്യൻ ഭരണഘടന എന്താണ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൊഡ്യൂൾ 6ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവൻറ്റ്സ്, പേഴ്സൺസ് ആൻഡ് അവാർഡ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടംപററി ആയിട്ടുള്ള അവാർഡ് വിന്നേഴ്സ് ആരൊക്കെയാണ്, ഏതൊക്കെ അവാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്, എന്തൊക്കെ ഇവൻറ്റ് നടന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. മൊഡ്യൂൾ 7ലേക്ക് വന്നാൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ഇവിടെയും നിങ്ങൾ ഓർക്കണം കറണ്ട് അഫെയർസ് ആണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള സ്പോർട്സ്, ഇപ്പോൾ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ആരാണ് ജയിച്ചിട്ടുള്ളത്, മാൻ ഓഫ് ദ സീരീസ് ആരായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. മൊഡ്യൂൾ 8 focuses on culture, which includes films, literature, music and performing arts. മോഹൻലാലിന് ഈ അടുത്ത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ രംഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. നാലാമത്തെ യൂണിറ്റിലേക്ക് വന്നു, നമ്മൾ 3 യൂണിറ്റ് കഴിഞ്ഞു. നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയെ പറ്റിയിട്ടുള്ള മൊഡ്യൂളാണ് അല്ലെങ്കിൽ യൂണിറ്റാണ്. അതിന് ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് തത്വചിന്താപരമായിട്ടുള്ള ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഫിലോസഫി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ, മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ എയിംസ്, കരിക്കുലം ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, കൺസെപ്റ്റ് ഓഫ് ടീച്ചർ, ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ. പിന്നെ മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദി ഈസ്റ്റ്, 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദ വെസ്റ്റ്, അപ്പോൾ ഈസ്റ്റിലെയും വെസ്റ്റിലെയും ഫിലോസഫിക്കൽ മൂവ്മെൻറ്റ്സ്, തോട്ട്സ് ഒക്കെയാണ് ഈ മൊഡ്യൂളിൽ വരുന്നത് ആദ്യ ഭാഗങ്ങളിൽ. പിന്നീട് എമിനൻറ്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, ഗാന്ധിജി, ടാഗോർ, വിവേകാനന്ദയെ പോലെയുള്ളവർ, വാല്യൂ എഡ്യൂക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് വാല്യൂസ്, സിഗ്നിഫിക്കൻസ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ, റിലീജിയസ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നു. മൊഡ്യൂൾ 2ലേക്ക് വന്നു കഴിഞ്ഞാൽ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. relation between education and sociology, social functions of education, social change and education, education and social institutions. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള ഫൗണ്ടേഷൻസിനെ പറ്റിയാണ്. അപ്പോൾ എഡ്യൂക്കേഷനും സോഷ്യോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എഡ്യൂക്കേഷൻ്റെ അതായത് സാമൂഹ്യമായിട്ടുള്ള ഫങ്ഷൻസ്, ഉത്തരവാദിത്തങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ സോഷ്യൽ ചേഞ്ച് ആൻഡ് എഡ്യൂക്കേഷൻ, സോഷ്യൽ ചേഞ്ച് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോഷ്യൽ ചേഞ്ചസ്, റോൾ ഓഫ് എഡ്യൂക്കേഷൻ, സോഷ്യൽ മൊബിലിറ്റി, ഇങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു യൂണിറ്റ് വളരെ വലിയതാണ്, പക്ഷേ നിങ്ങൾ കണ്ടിട്ട് അങ്ങനെ ബേജാറാവൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇത് ഭയങ്കര വലിയ യൂണിറ്റ് ആയതുകൊണ്ട് ഇതിന് ഒരുപാട് സമയം കൊടുത്തിട്ട് മറ്റ് യൂണിറ്റുകൾക്ക് കുറച്ച് സമയം ആ രീതിയിൽ നിങ്ങൾ പിന്തുടരാൻ വേണ്ടി പാടില്ല. ഇത് ഇത്രയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഈ പറയുന്ന കാര്യങ്ങളുടെ ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതിയാവും. കുറേയൊക്കെ നിങ്ങളുടെ BEd സിലബസിൽ ഉൾച്ചേർന്നതും ആണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അടുത്ത സെക്ഷൻ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിൽ മേജർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റോൾ ഓഫ് വേരിയസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഇൻകൾക്കേറ്റ് വാല്യൂസ് കണക്റ്റഡ് വിത്ത് ഡെമോക്രസി ആൻഡ് സെക്യുലറിസം, നാഷണൽ ഇൻറ്റഗ്രേഷൻ, കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വില്ലേജ് ഒക്കെ വരുന്നു. അടുത്തത് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 വരുന്നത്. അപ്പോൾ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. നിങ്ങൾക്കറിയാം മനഃശാസ്ത്രപരമായിട്ടുള്ള ഫൗണ്ടേഷൻസ്. ഇതും BEd സിലബസിൽ വരുന്നതൊക്കെ തന്നെയാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതുപോലെ പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ്, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്,
അതിൽ എറിക്സൺ, പിയാഷെ, വൈഗോട്സ്കി ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ്. ഈ സെക്ഷനിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പേരുകളാണ് ഈ പറഞ്ഞതൊക്കെ. കാരണം കൂടുതൽ ചോദ്യങ്ങളും ഈ പറയുന്ന ആളുകളെ പറ്റിയും അവരുടെ കണ്ടുപിടുത്തങ്ങളെ പറ്റിയും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ലാംഗ്വേജ് സ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പഠന വിധേയമാവുന്നുണ്ട്. അഡോളസെൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആ ഒരു മൊഡ്യൂളിലെ അവസാനത്തെ സെക്ഷൻ. ഫോക്കസിങ് ഓൺ കോഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് മോട്ടിവേഷണൽ ആസ്പെക്ട്സ്, പിയർ ഇൻഫ്ലുവൻസ് ആൻഡ് പാരൻറ്റിംഗ് ഡിഫിക്കൽട്ടീസ്. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കേരള ആൻഡ് ഇന്ത്യ, റിപ്പോർട്ട്സ് ആൻഡ് പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രമാണ്. അപ്പോൾ പ്രത്യേകിച്ചും പ്രീ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ സമയത്ത്, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ആക്ട്സ് ആൻഡ് ബിൽസ് റിലേറ്റഡ് ടു ഹയർ എഡ്യൂക്കേഷൻ, മേജർ പോളിസീസ്, പ്രോഗ്രാംസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി മുഴുവനായിട്ടും പഠനവിധേയമാവുന്നുണ്ട്. ഇപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാംസ് ഫോർ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സാക്ഷർ ഭാരത്, RTE, DPP, SSA തുടങ്ങിയ പോളിസീസ്, പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അറ്റ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ, ദേശീയപരമായിട്ടും സംസ്ഥാനപരമായിട്ടുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ്. ഇപ്പോൾ UGC എന്താണ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, MHRD, NCTE, NCERT നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ്. പക്ഷേ ഇതിൻ്റെ ഫുൾ ഫോം എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഇത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് സെർവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അടുത്ത യൂണിറ്റിലേക്ക് വന്നാൽ ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ളതാണ് 5ാമത്തെ യൂണിറ്റ്. 1ാമത്തെ മൊഡ്യൂൾ അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. നിങ്ങൾക്കറിയാം, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മാത്രമല്ല, അടുത്ത സെക്ഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ്. റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്രയും കാര്യങ്ങളാണ് ആ മൊഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ വരുന്നത്. മൊഡ്യൂൾ 2ലേക്ക് വന്നാൽ ടീച്ചിങ് മെത്തേഡ്സ് ആണ്. അപ്പോൾ ടീച്ചിങ് സ്കിൽസ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഏതൊക്കെ വിവിധ രീതിയിലുള്ള മെത്തേഡ്സാണ് ഇപ്പോൾ ഉള്ളത്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത്. കാരണം ആ ഒരു ഏരിയയിൽ നിന്നാണ് പ്രത്യേകിച്ചും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ടെക്നീക്സ് ആൻഡ് അപ്രോച്ചസ് ടു ടീച്ചിങ്, പിയർ ടീച്ചിങ്, മെൻറ്ററിങ് പോലെയുള്ള കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷണൽ മോഡൽസ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ് ആൻഡ് ലേണിംഗ് റിസോഴ്സസ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സെക്ഷൻസാണ്. മൊഡ്യൂൾ 3ലേക്ക് വന്നാൽ നമ്മൾ ടീച്ചിങ്ങിൽ നിന്നും ലേണിങ്ങിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ലേണിംഗ് തിയറീസ് വരുന്നുണ്ട്. ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം, കൊഗ്നിറ്റിവിസം, നേരത്തെ നമ്മൾ പിയാഷയെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ കൊഗ്നിറ്റീവ് തിയറീസ് എന്തൊക്കെയാണ്, ബിഹേവിയറിസം എന്താണ്, കൺസ്ട്രക്റ്റിവിസം എന്താണ്, ലേണിംഗ് തിയറീസിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ധാരണയുണ്ടാവണം. അപ്രോച്ചസ് ഓഫ് വൈഗോട്സ്കി, പിയാഷെ, ഗാഗ്നെ, ബ്രൂണർ, ഔസ്ബെൽ ആൻഡ് ബ്ലൂം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ലേണിംഗ് തിയറീസ് ആണ്. ദെൻ ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്, പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, ലേണിംഗ് എൻവിറോൺമെൻറ്റ്, ലേണേഴ്സ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, ഇതൊക്കെ ആ സെക്ഷനിൽ വരുന്നു. 4ാമത്തെ മൊഡ്യൂള് ഇവാലുവേഷനാണ്. ടൂൾസ് ആൻഡ് ടെക്നീക്സ് ഫോർ ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്താണ്, ടെർമിനൽ ഇവാലുവേഷൻ എന്താണ്, ഗ്രേഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഫീഡ്ബാക്ക് ആൻഡ് റെമഡിയേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി 6ാമത്തെ മൊഡ്യൂളാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നിങ്ങനെയാണ് മൊഡ്യൂളുള്ളത്, യൂണിറ്റ് ഉള്ളത്. 6ാമത്തെ യൂണിറ്റാണ്. അതിലെ 1ാമത്തെ മൊഡ്യൂളിലേക്ക് വന്നാൽ ഇറ്റ് ഈസ് ടൈറ്റിൽ കമ്മ്യൂണിക്കേഷൻ. Communication and education, basic principles of communication, types of communication, barriers in communication, classroom application of communication എന്നിങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ ആശയവിനിമയത്തെ പല രീതിയിൽ നോക്കിക്കാണുന്ന ഒരു മൊഡ്യൂളാണ്. അതിൻ്റെ പല വശങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ഉതകുന്ന രീതിയിലാണ് ആ മൊഡ്യൂള് തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത മൊഡ്യൂളിലേക്ക് വന്നാൽ അത് കമ്പ്യൂട്ടറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ ടെക്നോളജി എന്ന് പറയുന്ന ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷണൽ ടെക്നോളജി എന്ന് പറയാറുള്ള ICT ആൻഡ് കമ്പ്യൂട്ടർ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ നോളജ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഇൻ്റർനെറ്റ്, ഓഫീസ് ടൂൾസ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു
മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കുന്നത്. ICT എനേബിൾഡ് ലേണിംഗ്, ജനറൽ ആപ്ലിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ വരുന്നു. മൊഡ്യൂൾ 3ലേക്ക് വന്നാൽ റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് അത് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ബേസിക് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്, ടൈപ്സ് ഓഫ് റിസർച്ച്, മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ആൻഡ് ടെക്നീക്സ് ഓഫ് റിസർച്ച്. ഗവേഷണം, വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞു. വിദ്യാഭ്യാസത്തിൻ്റെ പല വിധങ്ങളായിട്ടുള്ള ഫൗണ്ടേഷൻസ്, സോഷ്യൽ ഫൗണ്ടേഷൻസ്, സാമൂഹ്യപരമായിട്ടും മനഃശാസ്ത്രപരമായിട്ടും ഒക്കെയുള്ള അതിൻ്റെ വിവിധ തലങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. ലേണിംഗ് തിയറി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഗവേഷണം എന്നുള്ളത്. അപ്പോൾ ഗവേഷണത്തെ പറ്റിയും നിങ്ങൾക്ക് യൂണിറ്റ് 6ൻ്റെ 3ാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ബേസിക് ആസ്പെക്ട്സ് ഓഫ് റിസർച്ച്, ടൈപ്സ് ഓഫ് റിസർച്ച്, ടൂൾസ് ഓഫ് റിസർച്ച്, ആക്ഷൻ റിസർച്ച് എന്താണ്, റിപ്പോർട്ടിംഗ് ഓഫ് റിസർച്ച് എങ്ങനെയാണ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനാണ്. പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അറ്റ് നാഷണൽ ലെവൽ, organizational structure of education in the state, school administration, management and governance, international agencies and education എന്നിങ്ങനെയാണ് അത് സബ് ടൈറ്റിൽസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് മൊഡ്യൂൾ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തെ ഭരണവുമായിട്ട് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്തെ പ്രോപ്പറായിട്ട് ഗവേൺ ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട്, അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് ഏതൊക്കെ ഏജൻസീസ് ആണുള്ളത്, ഗവൺമെൻറ് എങ്ങനെയാണ് ഈ സംവിധാനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തു. മുഴുവൻ സിലബസും നമ്മൾ 6 യൂണിറ്റാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ജനറൽ പേപ്പർ, സെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പറിന് 6 യൂണിറ്റാണുള്ളത്. 6 യൂണിറ്റ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യം വായിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറിനേക്കാൾ പേജസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അതിനേക്കാൾ കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് തോന്നാം. പക്ഷേ ഇത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പേപ്പർ ആയിരിക്കില്ല. കാരണം ചോദ്യങ്ങൾ പൊതുവേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ നിന്നാണ് കൂടുതലും ചോദിക്കുക. അപ്പോൾ നിങ്ങളിതിൻ്റെ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തു. സിലബസിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പേപ്പർ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ, ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ജനറൽ സ്റ്റഡീസാണ് 1ാമത്തെ യൂണിറ്റ്. 2ാമത്തെ യൂണിറ്റ് ലാംഗ്വേജ് ആൻഡ് റീസണിംഗ് ആണ്. 3ാമത്തെ യൂണിറ്റ് കറണ്ട് അഫെയർസ് ആണ്. 4ാമത്തത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. 5ാമത്തെ യൂണിറ്റ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷനെ ഫോക്കസ് ചെയ്യുന്നു. ഫൈനൽ യൂണിറ്റ് എന്ന് പറയുന്നത് 6ാമത്തെ യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നിങ്ങനെയാണ്. അപ്പോൾ സെറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഈ ഒരു സിലബസ്. കാരണം പലരും സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടോ, അല്ലെങ്കിൽ ഓക്കെ സെറ്റ് എക്സാമാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് പഠിക്കാം, അങ്ങനെയൊക്കെ കൃത്യമായിട്ടൊരു ധാരണ ഇല്ലാതെ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ 2 പേപ്പറുണ്ട് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ പോരാ. 2 പേപ്പറിൻ്റെ ഈ സിലബസ് എന്താണ് എന്ന് കൃത്യമായി അറിയുകയും ആ സിലബസിനനുസരിച്ച് തന്നെ നിങ്ങളുടെ പഠനം ക്രമപ്പെടുത്തുകയും വേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഞങ്ങൾ സിലബസ് പരിചയപ്പെടുന്ന വീഡിയോസ് ചെയ്യുന്നത്. ജനറൽ പേപ്പറാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അപ്പോൾ ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ജനറൽ പേപ്പറിന് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് HUR അക്കാദമി ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പേപ്പറും ചേർന്നിട്ടുള്ള റെഗുലർ ബാച്ചും ക്രാഷ് ബാച്ചും ഒക്കെ HUR അക്കാദമിയിൽ ലഭ്യമാണ്. മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന മെറ്റീരിയൽസും PDF മെറ്റീരിയൽസ്, വീഡിയോ ക്ലാസ്സുകൾ, യൂണിറ്റ് വൈസ് എക്സാം, മോഡൽ എക്സാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ക്ലാസ്സുകൾ എന്നിങ്ങനെയുള്ള ഒരുപാടേറെ ഫീച്ചേഴ്സ് ഈ ഒരു HUR അക്കാദമിയുടെ കോഴ്സുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്ന നമ്പർ ഉപയോഗിച്ച് കോൺടാക്റ്റ് ചെയ്യുമല്ലോ. സിലബസുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.